ബിസിനസ്സിൽ കോമ്പറ്റീഷൻ അവഗണിക്കപ്പെടേണ്ടതാണോ അതോ കില്ല് ചെയ്യപ്പെടേണ്ടതാണോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും പല സംരംഭകരുടെയും മനസ്സിലുണ്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ നമ്മളോട് തന്നെയാണ്. ഈ കോമ്പറ്റീഷനെ പറ്റി പറയുമ്പോൾ രസകരമായിട്ടൊരു കഥ എന്ന് പറഞ്ഞാൽ, ഒരു ടൗണിൽ നോർമലായിട്ട് ഫ്ലാറ്റുകളെല്ലാം പണിത് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡർ ഉണ്ടായിരുന്നു. അയാൾ ലോക്കൽ മാർക്കറ്റിലുള്ള ആളാണ്, റീസണബിളി എല്ലാവരുമായിട്ട് പരിചയമുള്ള ആളാണ്, അടുപ്പമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള സെയിലൊക്കെ ഉണ്ട്. അപ്പോഴാണ് ആ ടൗണിലേക്ക് ഒരു വലിയ ബ്രാൻഡഡ് ബിൽഡർ കടന്നു വരുന്നത്. ഈ ബ്രാൻഡഡ് ബിൽഡർ വന്നപ്പോൾ എന്ത് വെച്ചാൽ വലിയ ഓഫീസും വലിയ സെറ്റപ്പും, ഇദ്ദേഹത്തിൻ്റെ ചെറിയ ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് ഈ വലിയ ഓഫീസും പ്രവർത്തനം തുടങ്ങിയത്. ഇപ്പോൾ വലിയ ഓഫീസിന് ഒരു വലിയ ബോർഡ് വന്നു, ബെസ്റ്റ് ബിൽഡർ ഇൻ ദ ടൗൺ ആൻഡ് ലോവസ്റ്റ് സ്ട്രീറ്റ്സ് എന്നുള്ള വലിയ ബോർഡുകളും നിയോൺ ബൾബുകളൊക്കെ തിളങ്ങാൻ തുടങ്ങി. ഒരു ദിവസം നമ്മൾ ഈ പഴയ ബിൽഡർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, കൂടുതൽ തിളക്കവും കൂടുതൽ വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കൂടുതൽ ആൾക്കാർ നടന്നു പോകുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ചെറിയ സ്റ്റെയർ കേസ് കയറി പോകുന്ന സ്ഥലത്താണ് ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റീഷനൊക്കെ ഇല്ലാനായിട്ട് ആലോചിച്ച പുള്ളിക്ക് ഒരു ബുദ്ധി തോന്നി. പുള്ളി എനിക്ക് എന്തായാലും ഇങ്ങനെ വലിയ ബോർഡ് വയ്ക്കാനോ ബെസ്റ്റ് ബിൽഡർ എന്ന് വിളിച്ച് പറയാനോ അല്ലെങ്കിൽ വലിയ നിയോൺ ബൾബ് വയ്ക്കാനോ ഒന്നും താല്പര്യമില്ല. പകരം ഒരു കാര്യം ചെയ്യാം, ഒരു ചെറിയ ബോർഡ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വലിയ ബോർഡിനോട് ചേർന്ന് ഈ സ്റ്റെയർ കേസിലെടുത്ത് ഒരു ചെറിയ ബോർഡ് ഇദ്ദേഹം സ്ഥാപിച്ചു. ഈ ചെറിയ ബോർഡിൽ എഴുതുന്ന വളരെ ചെറിയൊരു കാര്യമാണ്. അതിങ്ങനെയായിരുന്നു, മെയിൻ എൻട്രൻസ്. അപ്പൊ എന്ത് പറ്റി, കാണാൻ വന്ന ആൾക്കാരൊക്കെ മെയിൻ എൻട്രൻസ് ഇതാണെന്ന് കരുതി പഴയ ബിൽഡർ അടുത്തേക്ക് തന്നെ പോയി എന്നാണ് കഥ. അപ്പൊ കോമ്പറ്റീഷനൊക്കെ ഇല്ലാനായിട്ട് ചില പൊടിക്കൈകൾ മാത്രം ചിലപ്പോൾ മതിയാവും, വലിയ ബുദ്ധിയൊന്നും പ്രയോഗിക്കേണ്ടി വരില്ല. കാരണം പലപ്പോഴും കോമ്പറ്റീറ്റേഴ്സ് ആണ് കൂടുതൽ ആലോചിച്ച് വരിക, വലിയ ബുദ്ധിയല്ല. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് കോമ്പറ്റീഷനൊക്കെ ഇല്ലാനോ കോമ്പറ്റീഷൻ പരാജയപ്പെടുത്താനോ കൂടുതൽ ആലോചിക്കേണ്ടതായിട്ട് വരില്ല എന്നാണ് എൻ്റെ അനുഭവം.